മുറുക്ക് കഴിക്കാനൊരു ആഗ്രഹം എനിക്ക് ഏത് നേരത്താണാവോ തോന്നിയത്. അരിപ്പൊടിയും കടലമാവും നെയ്യും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. മാവ് കഴിക്കാൻ വെള്ളം എടുത്തപ്പോഴേ അമ്മ എനിക്ക് വാണിംഗ് തന്നു, നോക്കി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ദോശയാവാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് മാവൊക്കെ ഞാൻ വലിയ ബിൽഡപ്പൊക്കെ ഇട്ട് കുഴച്ചൊക്കെ എടുത്തു. ഇങ്ങനെയാണ് കുഴച്ചെടുത്തത്. ആദ്യം സേവനാഴിയിൽ അച്ചിട്ടിട്ട് പിന്നെ മാവ് ഇട്ടിട്ട് ദേ ഇങ്ങനെ ഒരു പാത്രത്തിനകത്തായിരുന്നു മുറുക്ക് ചുറ്റിയെടുത്തത്. ആ ചുറ്റൽ ആദ്യം തന്നെ പാളി. പിന്നെ അങ്ങോട്ട് നടന്നത് ഒരു 1.5 യുദ്ധമായിരുന്നു. പ്ലാൻ എ ചീറ്റി, അടുത്ത് പ്ലാൻ ബി, അടുത്തത് കണ്ണാപ്പ വെച്ചിട്ട് അതിനകത്ത് മാവ് ചുറ്റി വെച്ചിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരാനായിരുന്നു അടുത്ത പ്ലാൻ. ഇത് എപ്പോൾ തീരാൻ? അങ്ങനെ അതും പാളി. പിന്നെ അങ്ങോട്ട് ഇരുന്നും നിന്നും കിടന്നും ഒക്കെ എണ്ണയ്ക്കകത്തോട്ട് നേരിട്ട് അങ്ങോട്ട് ചുറ്റി ഒഴിച്ചു. വട്ടത്തിലെ മുറുക്ക് നീളത്തിലായി. ചെറിയൊരു സ്പാനർ ഉണ്ടെങ്കിൽ ഇപ്പം ശരിയാക്കി തരാം. പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ അച്ചാരം മുച്ചാരം നന്നായിട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു. അമ്മ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കുക, ദൈവമേ ഇതെന്താ കണ്ടൽ കാടാണോ എന്ന്. മാവ് ടൈറ്റായി പോയിട്ടാണോന്ന് അറിയാൻ വയ്യ. അച്ചു പിടിച്ച് തിരിച്ചിട്ട് ആ സാധനം അനങ്ങുന്നില്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതായിപ്പോ, ഇല്ലേ പുല്ലെടുത്ത് ദൂരെ എറിഞ്ഞേനെ. അവസാനം 3 മണിക്ക് തുടങ്ങിയ പരിപാടി ഞാൻ 3 മണിക്കൂർ എടുത്ത് പൂർത്തിയാക്കി. ആരെങ്കിലും ആ നിലവിളി ശബ്ദമുള്ള വണ്ടി വന്ന് വിളിക്കണേ എന്നുള്ള അവസ്ഥയായിപ്പോയി. ഇതെന്താ നൂഡിൽസാ? അതിപ്പോൾ വട്ടത്തിലായാലും നീളത്തിലായാലും മുറിച്ചല്ലേ കഴിക്കുന്നതെന്ന് അമ്മ. ആശ്വാസം. ഇതിപ്പോൾ എങ്ങനെ ഇരുന്നാലും എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ. ഇവിടെ പിന്നെ എങ്ങനെ എടുത്താലും ഓക്കെയാ. ഒരു മൽപ്പിടുത്തം കഴിഞ്ഞുകൊണ്ട് എന്നെ കുതിർക്കാതെ കഴിക്കാനുള്ള ആരോഗ്യമൊന്നും ഇനി എൻ്റെ ബോഡിക്കില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അങ്ങനെ നിങ്ങൾ മാത്രമേ സൂക്ഷിക്കണ്ട. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.